നമ്മുടെ ദൈവം പുനഃസൃഷ്ടിയുടെ ദൈവമാണ്. നമ്മൾ പലപ്പോഴും ഒരു പൊട്ടിയ സാധനം നമ്മളെടുത്ത് കളയും. പക്ഷെ ദൈവം ഒരു പൊട്ടിയ സാധനം കിട്ടിയാൽ ദൈവനെ നന്നാക്കി എടുക്കും. നിങ്ങളൊരു തകർന്ന അനുഭവത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഒലിവുകായാലും അതൊരു ചക്കിനകത്ത് കിടന്ന് അരഞ്ഞ് ചതഞ്ഞ് വന്നാൽ മാത്രമേ അതിന്റെ എണ്ണ പുറത്തു വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഞെരുങ്ങി ചതയുന്നത് നമ്മുടെ അകത്തുള്ള എണ്ണ പുറത്തു വരാൻ വേണ്ടി. ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നീ അവരെ പേടിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എന്റെ വചനം ഞാൻ നിന്റെ വായിൽ തന്നിരിക്കുകയാണ്. യിരെമ്യാവിന്റെ ജീവിതത്തിൽ താൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ ദൈവവാഗ്ദത്തിന് ഓപ്പോസിറ്റ് ആയ കാര്യങ്ങളാണ്. അങ്ങനെ നിരാശനായി ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയ യിരെമ്യാവിനെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം പറയുന്നത്, കുശവന്റെ വീട്ടിലേക്ക് പോകും. കുശവന്റെ കയ്യിൽ പൊട്ടിപ്പോയ പാത്രം ആ ചെളിയെടുത്ത് കളഞ്ഞിട്ടല്ല, അതേ പൊട്ടിയ ചെളി കൊണ്ട് അതേ ക്ലേ കൊണ്ട് വേറൊരു മനോഹരമായ പാത്രം ദൈവം സൃഷ്ടിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ബ്രോക്കൺനെസ് ദൈവം ശ്രദ്ധിക്കുന്നില്ല. ഗോഡ് ക്യാൻ റീക്രിയേറ്റ് യു. നിന്നെ പുനഃസൃഷ്ടിച്ചത് നിന്നെ മനോഹരമായ ഒരു പാത്രമാക്കുവാൻ ദൈവത്തിന് കഴിയും.